കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും UDFന് വ്യക്തമായ മുൻതൂക്കം കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ആ ഒരു ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ഭൂരിപക്ഷം കിട്ടി, വലിയ ഭൂരിപക്ഷം കിട്ടി. അത് ഈ പ്രാവശ്യം ചാലഞ്ചായോ? അത്രയും എത്താൻ പറ്റുമെന്നുള്ള ഒരു ചാലഞ്ച് അത് വോട്ടർമാരത് ഏറ്റെടുക്കേണ്ടതാണ്. ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കഴിഞ്ഞ തവണത്തെ ആ ഭൂരിപക്ഷത്തോട് ആ നിലക്ക് തന്നെ ഉള്ള പ്രചാരണ പ്രവർത്തനങ്ങളും ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഈ 2 മണ്ഡലങ്ങളിലും ഉണ്ടാവും. ഈ മലപ്പുറത്തും പൊന്നാനിയിലും പോളിംഗ് ശതമാനം കുറഞ്ഞത് ലീഗിന്റെ വോട്ടുകൾ പൂർണ്ണമായും പോളിയാക്കൊണ്ടാകുന്ന ഒരു പ്രചാരണമാണ് അങ്ങനെ കരുതാൻ പറ്റും. അതൊന്നും ശരിയല്ല. നിങ്ങൾ ബൂത്ത് പരിശോധിച്ചാൽ മതി. ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങളുടെ ആ സംശയം തീരും. മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിച്ചാലും കുറേയൊക്കെ തീരും. ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് മണ്ഡലവും ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് ബൂത്തുകളും അതുപോലെ തന്നെ സാധാരണ ട്രഡീഷണലായിട്ട് LDFന് ഭൂരിപക്ഷം കൊടുക്കുന്ന മണ്ഡലങ്ങളും അവരുടെ ബൂത്തുകളും അതൊന്ന് പരിശോധിച്ചാൽ ഈ സംശയം തീരും. പിന്നെ ഇന്നലെ അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി റിവ്യൂ ചെയ്ത് പ്രസിദ്ധീകരിച്ചല്ലോ അവരുടെ വിജയസാധ്യത എവിടെയൊക്കെയാണ്. അതിൽ മലപ്പുറം പൊന്നാനി ഇല്ല. അതിന് കൂടുതൽ നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഭൂരിപക്ഷം വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതല്ലാതെ ജയപരാജയം LDF പോലും ക്ലെയിം ചെയ്യുന്നില്ല. LDF പോലും ക്ലെയിം ചെയ്യാത്തൊരു കാര്യം നമ്മളിനിപ്പോൾ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ.